ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. 2 മീഡിയം പൊട്ടറ്റോസ് തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആക്കി അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്ത് വയ്ക്കാം. ഇനി പൊടിയായി അരിഞ്ഞ 1 കപ്പ് സവോള, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില. ഇനി പൊട്ടറ്റോസ് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് കട്ടയില്ലാതെ ഉടച്ച് വയ്ക്കാം. ഒരു 9-10 ബ്രെഡ് സ്ലൈസസ് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് സവാള പൊടിയായി അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ യഥാക്രമം ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഗാർലിക് പൗഡർ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡൂടെ ചേർത്ത് കൊടുക്കാം. തരിതരിയായിട്ട് പൊടിക്കേണ്ട, ഒരുവിധം കട്ടകളായിട്ട് ചേർത്ത് നമുക്കിത് നല്ലൊരു തിക്ക് ഡോ ആയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് സ്മോൾ ബോൾസായിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തതിൽ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയ ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു കട്ട്ലേറ്റാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് 3-4 കട്ട്ലേറ്റ്സ് വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ. തീരെ ഫ്ലെയിം കുറയ്ക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. കാരണം അകമൊക്കെ വെന്തതായതുകൊണ്ട് പുറം ഭാഗം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ യമ്മി ബ്രെഡ് കട്ട്ലേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.